അനീഷ്, കള്ളവോട്ടാരോപണം, തർക്കം, സംഘർഷമൊക്കെ അവസാന മിനിറ്റ് വരെയും അല്ലെങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷവും വലിയ തർക്കങ്ങളും പോലീസ് നടപടിയും പ്രതിഷേധവും ഒക്കെ കണ്ടതാണ് കോഴിക്കോടും കണ്ണൂരുമൊക്കെ. എന്താണ് വടക്കൻ കേരളത്തിന്റെ പൊതുവിലുള്ള സാഹചര്യങ്ങൾ? ഒപ്പം ഈ തർക്കമുണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ച് സമാധാനമായോ? ഗോകുൽ, സംസ്ഥാനത്തൊരു ഭരണമാറ്റമാണോ അതെയോ ഭരണ തുടർച്ചയാണോ എന്നൊരു ചോദ്യത്തിന് ജനം വിധി എഴുതിയിരിക്കുകയാണ്. ഇനി ഭരണമാറ്റമാണോ ഭരണ തുടർച്ചയാണോ എന്നറിയാൻ ഒരു മാസം കൂടി, അതായത് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഗോകുൽ പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ ഇത്തവണ കള്ളവോട്ടും അതുപോലെ തന്നെ ചില വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ സംഘർഷാവസ്ഥയും രൂപപ്പെട്ടിരുന്നു. നിലവിൽ എല്ലാം ശാന്തമായെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും വടക്കൻ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്. 84% ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 ഇലക്ഷനിൽ 80% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. വടക്കൻ കേരളത്തെ സംബന്ധിച്ചോളം, അതായത് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചോളം 13 നിയോജക മണ്ഡലങ്ങളായി 26,80,000 വോട്ടർമാരാണുള്ളത്. ഇതിൽ 13,04,000 പുരുഷ വോട്ടർമാരും 13,64,000 സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. ഇവർക്കായി 2,817 ബൂത്തുകളായിരുന്നു ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല രീതിയിൽ പോളിംഗ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ജില്ലയിൽ ഈ 13 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ 84% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തൊട്ടുപുറകിലായി ബേപ്പൂർ മണ്ഡലമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം UDF സ്ഥാനാർത്ഥിയായി PV അൻവറും അതുപോലെ LDF സ്ഥാനാർത്ഥിയായി മന്ത്രി മുഹമ്മദ് റിയാസും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മണ്ഡലമാണ്. ഇവിടെ 82% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് ജില്ലയിൽ മറ്റ് 5 മണ്ഡലങ്ങളിൽ കൂടി 80% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എലത്തൂര്, ബാലുശ്ശേരി, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി എന്നീ മണ്ഡലങ്ങളാണ് 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഗോകുൽ പറഞ്ഞ പോലെ തന്നെ ഈ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ, അതായത് നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി അതുപോലെ കോഴിക്കോട് സൗത്ത് എന്നിവിടങ്ങളിൽ വ്യാപകമായ ഒരു കള്ളവോട്ട് ഉണ്ടെന്ന് LDF-ഉം അതുപോലെ തന്നെ UDF-ഉം തന്നെ ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പല മണ്ഡലങ്ങളിലും ഈ LDF UDF പ്രവർത്തകർ തമ്മിൽ ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. പല സ്ഥലത്തും സംഘർഷാവസ്ഥയായിരുന്നു. നിലവിൽ എല്ലാം ശാന്തമാണെന്നാണ് കരുതുന്നത്. ഗോകുൽ. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ നിന്നുള്ള സംഘർഷ വാർത്ത വന്നു. അതിന് തൊട്ടു മുമ്പ് അതൊരു തർക്കവും പോലീസ് നടപടിയൊക്കെ ഉണ്ടായ കോഴിക്കോട് സൗത്തിലാണ്. അത് സ്ഥാനാർത്ഥി തന്നെ വന്ന് മതം പറഞ്ഞ് വോട്ട് പിടിച്ചു വന്ന ആരോപണമായിരുന്നു. പലയിടത്തും വ്യാപകമായ കള്ളവോട്ട് ആരോപണം, അതിന്മേലുള്ള തർക്കങ്ങളും ഒക്കെ അത്തരത്തിൽ എന്താ പറയുന്നത് ലക്ഷണീയമായ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നാണ് അത്തരം സംഭവങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.